യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. യഹോവ എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. യഹോവേ എന്നെ രക്ഷിക്കണേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. സ്തോത്രം. ഇതൊരു ഭക്തനായ മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. യഹോവേ എന്നെ രക്ഷിക്കണേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. രക്ഷിക്കാനും ദൈവം തയ്യാറാ, രക്ഷപ്പെടുത്താനും ദൈവം തയ്യാറാ. എന്നോട് പറയാം, രക്ഷിക്കാനും ദൈവം തയ്യാറാ, നിന്നെ രക്ഷപ്പെടുത്താനും ദൈവം തയ്യാറാ. ഓ ഹല്ലേലൂയ. ഇവിടെ വേണ്ടത് നിന്റെ ഒരു സമർപ്പണം മാത്രമാണ്. ചിലർ ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിൽ തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കണമെന്ന് ദൈവം എന്നോട് പറയുക. ഒന്നുകൂടെ പറയാം, നിന്നെ രക്ഷപ്പെടുത്താൻ ദൈവം തീരുമാനിച്ചിരിക്കുക. എവിടുന്നൊക്കെയാണ് രക്ഷപ്പെടുത്തുന്നതെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഗ്ലോറി ടു ഗോഡ്. അപ്പം ഒന്ന് മനസ്സുകൊണ്ട് പറഞ്ഞേ, ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞേ. എന്നെ ദൈവം രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞേ. ഗ്ലോറി ടു ഗോഡ്. എഴുതിയിട്ടോ, അല്പചില ദിവസങ്ങൾക്കകം നീ രക്ഷപ്പെടുന്നത് ചിലർ കാണും. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഇനിയും നീ ശാപഗ്രസ്തരാകത്തില്ല. വർഷങ്ങളായിട്ട് ഒരേ സാലറി, വർഷങ്ങളായിട്ട് ഒരേ അപവാദം, വർഷങ്ങളായിട്ട് ഒരേ നിന്ന ദൈവം പറയാ, ഇല്ല, ഇതിനകത്തുനിന്ന് രക്ഷയുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ ദേശത്ത് ശാപഗ്രസ്തരാകത്തില്ല. ഒന്ന് ഉറപ്പോടെ രാമിയും പറയാോ. നിങ്ങളിപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ആ കാര്യം അതുപോലല്ല നടക്കാൻ പോകുന്നത്. അതേക്കുറിച്ച് ദൈവത്തിന് വ്യത്യസ്തകരമായ ഒരു പ്ലാനുണ്ട്. ഒരാമയും വരുന്നില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയുകയാണ്, നിങ്ങളൊരനുഗ്രഹമായി തീരും. എത്ര പേർ വിശ്വസിക്കുന്നത്? നിങ്ങളൊരു ബ്ലസ്ഡായി തീരും. അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ. അപ്പം നിങ്ങൾ സത്യം, നമുക്ക് ദൂതിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. യഹോവേ എന്നെ രക്ഷിക്കണേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. മനസ്സുകൊണ്ടെന്ന് പറയാമോ ഞാൻ രക്ഷപ്പെടുമെന്ന്? ഒന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്തേച്ചോളാം, നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറ. അല്ല, കാരണം നിങ്ങളെ രക്ഷിക്കാൻ ആര് തീരുമാനിച്ചേക്കുന്നു? ദൈവം തീരുമാനിച്ചേക്കുന്നു. എനിക്ക് ഒരു ബോധ്യം അമ്മ തരിക, ചില കരങ്ങളിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കാൻ പോവാ. നിന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിന്നെ വല്ലാതെ ഭീഷണിപ്പെടുത്തുന്ന ചില കരങ്ങളിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കാൻ പോവാ. നിനക്കറിയാം, നിനക്ക് വേണ്ടി ചില കരങ്ങൾ ചലിക്കുന്നുണ്ട്. ആ കരങ്ങളിൽ നിന്ന്, നിന്റെ കുടുംബത്തെ ബന്ധിച്ച കരങ്ങൾ, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ കരങ്ങൾ, നിന്നെ നശിപ്പിക്കും. എനിക്ക് ദൈവം ബോധ്യം തരിക, വർഷങ്ങളായിട്ട് നിന്നെ ഉപദ്രവിക്കുന്ന ചില കരങ്ങളുണ്ട്. അവർക്ക് നീ ജീവിച്ചിരിക്കുന്ന ഇഷ്ടമല്ല, നീ വളരുന്ന ഇഷ്ടമല്ല, നീ ഉയരുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയാം, എല്ലാവരും കൂടെ നിന്നെ നശിപ്പിക്കാൻ നോക്കിയാലും ദൈവം തീരുമാനിക്കാതെ നിനക്ക് നാശം ഭവിക്കത്തില്ല. ഓ, എത്ര പേര് ആമീൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. ഇനി ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്നെ നശിപ്പിക്കാൻ നോക്കുന്നവർ ലജ്ജിച്ചു പോകും. നീ ഒരു അനുഗ്രഹമായി തീരാൻ പോവുക. ഓ, യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമത്തില് എനിക്ക് ആത്മാവിൽ കാണാം, ചില ശാപങ്ങൾ അഴിഞ്ഞു മാറുന്നു. Glory to God. ദൈവത്തിൻ്റെ പദ്ധതി നിന്റെ വീട്ടിൽ രൂപപ്പെടുന്നു. ദൈവം നിന്നെ രക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നീ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഒരു വാക്യം ബൈബിളിൽ നിന്ന് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 11, 12 വാക്യങ്ങൾ. എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയും നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. മതി. നിങ്ങൾ അല്പം കൂടെ ശ്രദ്ധിച്ചിരുന്നാൽ ഈ ദൂതൻ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പകരാൻ പോവുക. ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടൊരു ശബ്ദം നിങ്ങൾക്ക് കൈമാറുക. ഏതോ ചില കരം നിന്നെ അസ്തമിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
ഒരൊറ്റ പ്രാർത്ഥന മതി. നിനക്കെതിരെ വരുന്ന കരം നിനക്കു തന്നെ അനുഗ്രഹമായി തീരും. നിനക്കറിയാം നിന്നെ നശിപ്പിക്കുന്ന കരമേതാന്ന്. നിനക്കറിയാം നിന്റെ ഉയർച്ചയെ തടയുന്ന കരമേതാന്ന്. നിന്റെ ഒറ്റ പ്രാർത്ഥന ആ കരം നിനക്ക് അനുഗ്രഹമാക്കി തരും. എനിക്ക് ദൈവം ഒരു ബോധ്യം തരിക, നിത്യം നിന്നെ ഉപദ്രവിക്കുന്ന ഒത്തിരി പേരില്ല, ഒരാളേ ഉള്ളൂ. ഞാൻ ചിലരെ ആത്മാവിൽ കണ്ടോണ്ടാ പറയുന്നു. നിന്റെ അനുഗ്രഹത്തിൽ അസൂയുള്ള ഒരാളേ ഉള്ളൂ, അല്ലെങ്കിൽ 2 പേർ, അല്ലെ 3 പേർ. ഗ്ലോറി ടു ഗോഡ്. അവർ നിന്നെക്കുറിച്ച് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ദൈവം പറയാ, ഒരു തീരുമാനം നടക്കത്തില്ല, ഞാൻ നിന്നെ കൈകളിൽ നിരീക്ഷിക്കും. നിനക്ക് വേണ്ടി വെറുതെ പണം മുടക്കിയതായി പോകും, നിനക്ക് വേണ്ടി വെറുതെ സമയം മുടക്കിയതായി പോകും. കാരണം ആ കരങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിച്ചുയർത്തുവാൻ. സ്തുതിക്കാൻ പ്രേരണയുണ്ടേ സ്തുതിക്കണം, ഇല്ലെങ്കിൽ ശാന്തമായി കേട്ടാൽ മതി. ഇവിടെ നിങ്ങൾക്കറിയാം, ഇത് യാക്കോബിൻ്റെയും ആരുടെയും കാര്യ? ഏശാവിൻ്റെയും കാര്യ. ഒരു വിഷയത്തോട് ബന്ധപ്പെട്ട് യാക്കോബിനോട് ഏശാവിന് ഒരു വൈരാഗ്യം ഉണ്ടായി. ഈ കാരണം കൂടാതെ ശാപം ഫലിക്കത്തില്ലെന്ന. എല്ലാ പ്രശ്നത്തിന് പിമ്പിലും ഒരു കാരണമുണ്ട്. ഇച്ചിരി പുറകോട്ട് പോയാൽ ആ കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പണ്ടുകാലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാരണമാണ്. വൈരാഗ്യത്തോടെ യാക്കോബിനെ തപ്പി വരുന്ന ഒരേശാവിനെ കാണാം. ഗ്ലോറി ടു ഗോഡ്. യാക്കോബ് തന്നെ പറയുകയാണ്, അവൻ എന്നെ നശിപ്പിക്കും, പക്ഷെ എനിക്കൊരു വാഗ്ദത്തമുണ്ട്. അതാ യാക്കോബ് പറയുന്നത്. എന്താണ് വാഗ്ദത്തം എന്ന് അടുത്ത വാക്യത്തിൽ യാക്കോബ് ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചോർപ്പിക്കുകയാണ്. നീയോ ഞാൻ നിന്നോട് നന്മ ചെയ്യും. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങ് എനിക്ക് നന്മ ചെയ്യാമെന്ന്. നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തിട്ടുണ്ട്. നശിക്കുമെന്നല്ല, എന്റെ സന്തതി വർദ്ധിക്കുമെന്ന. ആകയാൽ ആ കൈകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. Glory to God. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം വലുതാകൊണ്ട് അതിനെ ഇല്ലായ്മപ്പെടുത്തുവാൻ നിനക്കതിനെ ഉയരുന്ന കരങ്ങളെ നോക്കി ദൈവം പറയാ, ഞാൻ നിന്നെ രക്ഷിക്കും, ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ പുറത്തിറക്കും. ചില വൈരാഗ്യങ്ങൾ ചുംബനങ്ങളാകാൻ പോവാ പ്രാർത്ഥനയുടെ മുമ്പില്. യേശുവിന്റെ നാമത്തിൽ എഴുതിയിട്ടോ, യഹോവയെ നീ രക്ഷിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടും. എത്ര പേർ കൊതിക്കുന്നുണ്ട്, കർത്താവേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ. എത്ര പേർ ആമീൻ പറയാൻ പറ്റും? യാക്കോബ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. എവിടാന്നറിയാമോ? എവിടെ വെച്ചായി പ്രാർത്ഥിക്കുന്നേ? യാബോക്കടവിന്റെ തീരത്ത് വെച്ചൊരു പ്രാർത്ഥനയാ. എന്നെ ഒതുക്കാൻ ഒരുത്തൻ എഴുന്നേറ്റിട്ടുണ്ട്, എന്നെ കൊല്ലുമെന്ന് അമ്മ പണ്ട് പറഞ്ഞ ഒരു കേൾവിയുണ്ട്, നാട്ടുകാർ പറഞ്ഞ ഒരു അറിവുണ്ട്. പക്ഷെ എന്നോട് വാഗ്ദത്തമുണ്ട് എന്നെ അനുഗ്രഹിക്കാമെന്ന്. എന്നോട് വാഗ്ദത്തമുണ്ട്, നിന്റെ സന്തതി പെരുപ്പം കൊണ്ട് വർദ്ധിക്കുമെന്ന്. എന്നാൽ എന്നെ ഒതുക്കാനൊരു കൈയുണ്ട്. യേശുവേ, അതിനകത്ത് നിന്ന് എന്നെ രക്ഷിക്കണേ. ഇന്ന് ഈ പ്രയർ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നിന്നെ ഒതുക്കാൻ ഉയർന്ന കരങ്ങൾ ഇനി ഉയരത്തില്ല. നിനക്കെതിരെ ചലിക്കുന്ന വാകൾ ഇനി ചലിക്കും. എവിടൊക്കെയോ ചില കരങ്ങൾ ബന്ധിക്കപ്പെടുക. നിനക്ക് വിരോധമായി ദുഷ്പ്രവർത്തികൾ ചെയ്യുന്ന, മന്ത്രവാദങ്ങൾ ചെയ്യുന്ന, ആഭിചാരങ്ങൾ ചെയ്യുന്ന, നിന്നെ നശിപ്പിക്കാൻ നോക്കുന്ന, നിന്നെ തകർക്കുവാൻ നോക്കുന്ന ചില കറുത്ത കരങ്ങൾ. ഈ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു, ചില കരങ്ങളിൽ നിന്ന് എൻ്റെ ജനത്തെ ഞാൻ വിടുവിക്കും. എത്ര പേർ വിശ്വസിക്കും? ചില കരങ്ങളിൽ നിന്ന്
ഓ, എൻ്റെ ജനത്തെ ഞാൻ വിടുവിക്കും. നിന്നെ ഒതുക്കാൻ എഴുന്നേറ്റ കരം, നിന്റെ കുടുംബത്തെ ഇല്ലായ്മപ്പെടുത്താൻ എഴുന്നേറ്റ കരം, നിന്നെ നശിപ്പിക്കാൻ എഴുന്നേറ്റ കരം, നിന്നെ തകർക്കാൻ എഴുന്നേറ്റ കരം, ആ കരത്തിൽ നിന്ന് ആമീൻ യഹോവേ നീ വിടുവിക്കണം. ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കണം. വിടുവിക്കുന്നവന്റെ കരം സിയോനിൽ നിന്ന് വെളിപ്പെട്ടു വരും. ഞാനൊരു കാര്യം നിന്നോട് ദൂത് പറയാം. ഒരു ഗുഹയ്ക്കകത്ത് കിടന്ന് 50 സിംഹങ്ങൾ അലറിയാലും ദൈവം ഒരുത്തനെ വിടുവിക്കാൻ തീരുമാനിച്ചാൽ സിംഹത്തിന്റെ അലർച്ചയ്ക്ക് സ്ഥാനമില്ല. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്യ്. യഹോവേ നീ രക്ഷിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടും.